വാസ്തു തട്ടിപ്പാണോ അല്ലയോ എന്നൊക്കെ അറിയാം. അതിനു മുൻപ് ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജീവിക്കണേ? ഈ ഭാഗം കഴിഞ്ഞ് ഈ പറയുന്നത് തിരുത്തി കൊടുക്കുന്നുണ്ട്. രാമനോ മുണ്ടില്ല എന്നല്ല, രാമനോ മിണ്ടിയില്ല. ലക്ഷ്മണന് തോർത്തില്ല എന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല. അപ്പോൾ വാൽമീകി മഹർഷി രാമായണം എഴുതിയപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടില്ല. 10 പേര് വായിക്കുമ്പോൾ 10 രീതിയിലാകുന്നു, 10 പേര് അർത്ഥം വ്യാഖ്യാനം ചെയ്യുമ്പോഴും 10 പോലെയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും രാമായണത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല. അതിമനോഹരമായി വായിക്കാനും വ്യാഖ്യാനം ചെയ്യാനും കഴിവുള്ള ആൾക്കാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് വാസ്തു. ഇത് അതിപുരാതനമായൊരു ശാസ്ത്രമാണ്. ഇതിനെ വ്യാഖ്യാനം ചെയ്തവർക്ക് സംഭവിച്ച തെറ്റുകളൊന്നും ഇതിൻ്റെ പ്രഭാവത്തെ ഇല്ലാതാക്കുന്നില്ല. എല്ലാ കാലഘട്ടത്തിനും ഇതിനെ നന്നായി വ്യാഖ്യാനം ചെയ്യാനും ഉപയോഗിക്കാനും കഴിവുള്ള ആൾക്കാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം വാസ്തു സമൃദ്ധി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സയൻസാണ്. അപ്പോൾ ആ സമൃദ്ധി ഉപയോഗിക്കാൻ ഭാഗ്യമുള്ളവരുടെ അടുത്തേക്ക് ഇതിനെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള വഴികളും ആൾക്കാരും എത്തിച്ചേർന്നിരിക്കും.